ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2, നാട്ടിലിപ്പം 12:30 മണിയായിട്ടുണ്ടാവും. അരമണിക്കൂർ ലേറ്റായെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റൊക്കെ ചെയ്യുമായിരുന്നു. അതായിരുന്നു ലേറ്റായത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എൻ്റെ ഓർമ്മയിൽ എന്നും ഞാൻ സൂക്ഷിക്കുന്ന, എൻ്റെ മരണം വരെ ഞാൻ സൂക്ഷിക്കുന്ന ദിവസമാണ് ജനുവരി 2. ഞങ്ങളുടെ മോൻ്റെ നിർമ്മലിൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ മോന് ഇന്ന് 12 വയസ്സ് ദൈവസഹായത്താൽ പൂർത്തിയായിരിക്കുന്നു. 12 വർഷം മുമ്പ് ജനുവരി 2 ഉച്ചയ്ക്ക് 12:12 ഞാൻ എൻ്റെ മോനെ പ്രസവിക്കുന്നത്. ആ ഒരു ദിവസം അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, ഈ ലോകത്ത് ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആ ഒരു ദിവസത്തെ മറക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അമ്മ എന്നുള്ള പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുമ്പം അമ്മ കാത്തിരിക്കുന്നതാണ് ഏകദേശം 10 മാസത്തോളം കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ, നമ്മുടെയൊക്കെ ബന്ധുക്കളൊക്കെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴും അവരുടെ വീടുകളിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കുഞ്ഞിനെടുക്കും ആഗ്രഹം കൊണ്ട് എടുക്കാൻ ചോദിച്ചാലും പൊടി കുഞ്ഞാ, നിനക്ക് എടുക്കാൻ അറിയാവോ, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞവർ നമുക്ക് തരത്തില്ല. കാരണം അവരുടെ ഭയം കൊണ്ടാണ് അവർ തരാതിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ വർഷങ്ങൾക്കിപ്പുറം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ 1 വർഷം തികയുന്നതിന് മുന്നേ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിനെ ഒരു മുൻപരിചയവുമില്ലാതെ ഒരമ്മയുടെ മാത്രം വാത്സല്യത്തോടെ ഞാൻ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ആ ഒരു ദിവസം, എൻ്റെ മോനെ ഞാൻ മേടിച്ച ആ ഒരു ദിവസം എനിക്കൊരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എന്നും ഓർക്കുന്ന സുന്ദരമായ നിമിഷങ്ങളിലൊന്നാണത്. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ പപ്പ മോൻ ജനിക്കുന്ന സമയത്ത് ഗൾഫിലായിരുന്നു. 3 ദിവസം നിൽക്കവേ അദ്ദേഹം നാട്ടിൽ മോനെ കാണാൻ വേണ്ടി ഉണ്ടായിരുന്ന ജോലി പോലും നഷ്ടപ്പെടുത്തി വന്നു. അതാണ് എല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും മതിക്കാൻ പറ്റാത്ത ഒന്നാണ് അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ. അതുപോലെ ഞങ്ങൾക്ക് കാത്തിരുന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ മോനെ. ഞങ്ങളുടെ മോൻ്റെ പേര് ഞങ്ങൾ തീരുമാനിച്ച് വെച്ചതായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം ഒരു പെൺകുട്ടിയായിരുന്നു ആദ്യമേ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് ദൈവം ആദ്യമേ ഒരു മോനെ തരത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് അത്രയേറെ ആഗ്രഹിച്ചിരുന്നു ഒരു ആൺകുട്ടിക്ക് വേണമെന്നുള്ളത്. എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടോ എന്തോ എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും വിലമതിക്കാനാവാത്ത, എന്താ പറയുക, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് നിർമ്മൽ. അവൻ്റെ ഓരോ വളർച്ചയും, ഇന്ന് അവന് 12 വയസ്സായി നിൽക്കുമ്പോൾ അവൻ്റെ ഓരോ വളർച്ചയും ഇന്നും മനസ്സിൽ ഇങ്ങനെ, എനിക്കത് പറയുമ്പം എനിക്ക് വല്ലാതെ ഞാനങ്ങ് ഇമോഷണലാവും. പക്ഷേ ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രത്യേകതയുണ്ട്. ഞാൻ ഇല്ലാതെ എൻ്റെ മകൻ പപ്പായും മക്കളും മാത്രമായിട്ട് ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ 11 വർഷവും ഞാനുണ്ടായിരുന്നു കൂടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് സാധാരണ ഒരു മാതാപിതാക്കളും മക്കളോട് നന്ദി പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ മകനോട് നന്ദി പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മനസ്സിലാക്കി, ഞങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ഈ നിമിഷവും കൂടെ വളരുന്നതിന്, ജീവിക്കുന്നതിന്, ഞങ്ങളോട് അത് വേണമെന്ന് നിർബന്ധമായിട്ട് വാശി പിടിക്കാതെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്നതിന് ഇങ്ങനൊരു മകനെ കിട്ടിയതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. അവനിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാതാപിതാക്കൾ എന്ന പദവി ദൈവം ഞങ്ങൾക്ക് തന്നത്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നിന്നും മാതാപിതാക്കളെന്ന പദവിയിലേക്ക് ഞങ്ങളെ മാറ്റിയ ഈ ഒരു ദിവസത്തിൽ ദൈവത്തോടും
ഞങ്ങളുടെ മകനോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു മകനെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നെ. അഭിമാനമുണ്ട് അതുപോലൊരു മകൻ്റെ, നിർമ്മലിൻ്റെ മാതാപിതാക്കളാകാൻ പറ്റിയതിൽ അഭിമാനമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും അഭിമാനമുണ്ട്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും അവൻ്റെ അമ്മയാണ് എന്ന് പറയുന്നതിൽ ഈ ഒരു നിമിഷം ദൈവത്തോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. നാളെ എന്തായാലും മോൻ്റെ ബർത്ത്ഡേ വീഡിയോ അവർ പപ്പായി മക്കളൊക്കെ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു നേരത്തെ. അന്നേരം അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും നാളെ ഉണ്ടാവും. നാളെ എന്തായാലും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് ദൈവം ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ഉത്തമ പൗരനായിട്ട് നിർമ്മൽ വളർന്ന് വലുതാവട്ടെ. താങ്ക് യു.